പാനിപൂരി. അയ്യോ, ഇത് ഈ ആഴ്ചയിലെ 4ാമത്തെ വട്ടല്ലേ? എടാ ദുഷ്ട, എന്റെ ഡയജഷന് വേണ്ടി ഉണ്ടാക്കിയതാടാ, അല്ലാതെ പാനിപൂരി ചലഞ്ചിനൊന്നും അല്ല. ഒരു മിനിറ്റ്, ഈ പാനിപൂരി ഉണ്ടാക്കിയതൊക്കെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ടാണോ? ഓ പിന്നെ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ 4 വട്ടം റോഡ് സൈഡിലുള്ള ഏതൊക്കെയോ കടയിൽ നിന്നാണ് കഴിച്ചേ. നീ നീ ഏതാ? നീ എങ്ങനെ ഇവിടെ വന്നു? ഓ എന്നാടാ ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടെയൊക്കെ പോന്നു. പിന്നെ അത് മാത്രല്ല, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് മുതലാളിയാണെങ്കിൽ ശരിക്കും കൈയൊന്നും കഴുകാറുമില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഓ അത്രയ്ക്ക് വലിയ ഉദ്ദേശമൊന്നും ഇല്ലാന്നേ. ഡയറിയ, ക്രാബ്സ്, IBS ഇതൊക്കെ കൊടുക്കണം, മുതലാളിയെ വിഷമിപ്പിക്കണം, പോണം. ദേ ഞാനങ്ങോട്ട് അളിയോ, ഇതിന്റെയൊക്കെ നീ ഇതെവിടുന്ന് വന്നടാ മരഭൂതമേ? കണ്ടാമിനേറ്റഡ് ആയ ഫുഡ് കഴിച്ചു, ഞാൻ വന്നു. പാനിപൂരിയിൽ ഉപയോഗിച്ച ഉരുളൻകിഴങ്ങ് അത് ഇച്ചിരി മോശമായതായിരുന്നു. ഇനി ഇപ്പൊ ഒരു 5-10 വർഷം ഈ സ്റ്റൊമക്ക് ലൈനിൽ ജീവിക്കണം. അസിഡിറ്റി, അൾസർ, ലോങ് ടൈം ട്രബിൾസ് എല്ലാം കൊടുക്കണം. എടാ വേണ്ടടാ പ്ലീസ് എടാ. ആഹാ, ഒരു ഹൈജീനും ഇല്ലാതെ തോന്നിയ പോലെ ഇതൊക്കെ കഴിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പാക്കത്താണ് പോളെ இந்த കാളിയോட ആട്ടത്തെ. എടാ ദുഷ്ട, മുതലാളി ഇങ്ങനെ ഹൈജീൻ ഇല്ലാത്തടത്തൊന്നും അധികമായിട്ട് ഫുഡ് കഴിക്കലടാ. അത് നിനക്ക് നല്ലതിനല്ലടാ ദുഷ്ട പട്ടി തെണ്ടി.